നമസ്തേ. അവൈക്കനിങ്, റൈസിംഗ്, മാനിഫെസ്റ്റേഷൻ. കുണ്ടലിനി ശക്തിയുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ 3 ഫേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരാളിൽ മൂലാധാര ചക്രത്തിൽ നിന്നും കുണ്ടലിനി ശക്തി പതിയെ ഉണരുന്നതിന്റെ അവസ്ഥ. അത് ഉണരുമ്പോൾ തന്നെ നമ്മളുടെ വ്യക്തിത്വത്തിലും നമ്മളുടെ വിവിധ മാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് വരികയാണെങ്കിൽ കുണ്ടലിനി ശക്തി റൈസ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. കാരണം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉയരുകയാണ്. ഉയർച്ചയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്ന അവസ്ഥ ജ്ഞാനോദയമാണെങ്കിലും ഈ ഉണർവിന് ശേഷം ഉയർച്ച ഉണ്ടായി കഴിയുന്ന സമയത്ത് അതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജിനായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഒരു വ്യക്തിയുടെ അയാളുടെ വ്യക്തിത്വത്തിലും അയാളുടെ ആ വ്യക്തിയുടെ വിവിധ ആസ്പെക്ട്സിലും അയാളുടെ ജീവിതത്തിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുകയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രാണ ഊർജമാണ് അല്ലെങ്കിൽ കോസ്മിക് എനർജിയാണ്. ഈ ഊർജം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പ്രാണ ഊർജത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വർദ്ധിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഓറയുടെ ശക്തി വളരെയധികം വർദ്ധിക്കുകയാണ്. നമ്മുടെ ചക്രങ്ങളൊക്കെ ഓപ്പൺ ആയതിനു ശേഷം, ബാലൻസ്ഡ് ആയതിനു ശേഷം അതെല്ലാം ആക്റ്റീവ് ആകുന്നതായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ കർമ്മത്തിനെ വിജയകരമായിട്ട് ചെയ്യാനായിട്ടും സാധിക്കുകയാണ്. മുൻപുള്ള 2 വീഡിയോകളിലായിട്ട് കുണ്ടലിനി ശക്തിയുടെ അവൈക്കനിങ് അല്ലെങ്കിൽ ഉണർവ് എന്ന് പറയുന്ന ഫേസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കുണ്ടലിനി ശക്തി നമ്മളിൽ റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ ഒരു ശക്തി ഉണർന്നതിന് ശേഷം ഇതിന്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ഇത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് കാണാനായിട്ട് പോകുന്നത്. കുണ്ടലിനി ശക്തി എന്ന് പറയുമ്പോൾ ഇത് കോസ്മിക് എനർജിയാണ്, ഡിവൈൻ എനർജിയാണ്. ദൈവത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ഈ ഒരു ഡിവൈൻ എനർജി ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവന്റെ കർമ്മത്തിനെ എത്ര പെർഫെക്റ്റ് ആയിട്ട് അവന് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അവന്റെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ മനോഹാരിതയെ അവന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയാണ്. അവനിലൂടെ ഒരുപാട് ആളുകൾക്ക് സപ്പോർട്ടും വിജയവും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോലും പരിണമിക്കാനായിട്ടും സാധിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കുണ്ടലിനി ശക്തി എന്നുള്ളത്. പ്രാചീന ഭാരതത്തിൽ ഹിന്ദുയിസത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുയിസ്റ്റിക് മിസ്റ്ററീസിലൊക്കെ നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്ലാമിലും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ട് എന്നുള്ളത് വളരെ മുമ്പ് ചെയ്ത വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ദൈവികമായിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ മതങ്ങൾക്കപ്പുറത്തേക്കും അല്ലെങ്കിൽ മനുഷ്യനിലൂടെ അത് പ്രവർത്തിക്കുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മതത്തിന്റെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് വളരുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വിജയത്തിലെത്തിയിരിക്കുന്നത്. കാരണം മതം ദൈവം നേരിട്ട് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിഷ്യനോ ദൂതനോ പ്രവാചകനോ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന സമയത്തും ഇത് പല മനുഷ്യന്മാരും വ്യാഖ്യാനിച്ച് പല രീതിയിൽ തെറ്റായിട്ട് വരുത്തിയിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും ഭിന്നിപ്പിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ പരിണമിച്ച് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്തണമെങ്കിൽ ഇന്ന് മനുഷ്യൻ മതത്തിനപ്പുറത്തേക്ക് ആത്മീയതയിലേക്ക് വളരേണ്ടതായിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ലോകത്ത് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരുവൻ നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവനിലൂടെയൊക്കെ ഈ കുണ്ടലിനി ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ പല മനുഷ്യരും തിരിച്ചറിയുന്നില്ല ദേ ആർ ഓൾറെഡി വാക്കിംഗ് ത്രൂ ദ സ്പിരിച്വൽ പാത്ത് എന്നുള്ളത്. അതായത് അവർ ആത്മീയതയുടെ വഴിയിൽ കൂടെ തന്നെയാണ് ഓൾറെഡി നടക്കുന്നത് എന്നുള്ളത്. നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന, അവന്റെ കർമ്മം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുന്ന സമയത്ത് അവരിലൂടെയൊക്കെ ഈ ഒരു ഊർജം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പല ആൾക്കാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുണ്ടലിനി ശക്തിയുടെ മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ വിവിധ ഡയമെൻഷൻസിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത്. അതെല്ലാം ഒരു വീഡിയോയിൽ പറയുക സാധ്യമല്ല. അതുകൊണ്ട് സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ അവനവനെ കുറിച്ച് തന്നെയുള്ള ബോധ്യം എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിന്റെ ബേസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു മേഖലയിലുള്ള ഓരോ വീഡിയോകളും ഞാൻ ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപ് വളരെ കുറച്ച് വീഡിയോകളാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ ഓർഡറിൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. നിങ്ങളുടെ ശക്തി എവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്, ഏത് ചക്രത്തിലാണ് എത്തിയിരിക്കുന്നത്, എന്ത് രീതിയിലാണ് അതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഉണരാൻ സാധ്യതയുണ്ടോ, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഉണർന്നു കഴിയുമ്പോൾ ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. സെൽഫ് അവയർനെസ്സിലേക്ക് വരുന്ന സമയത്ത് കുണ്ടലിനി ശക്തി മാനിഫെസ്റ്റേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവന്റെ ബോധമണ്ഡലം വികസിക്കും എന്നുള്ളത്.
എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്. ബോധമണ്ഡലം വികസിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സബ്റ്റിലായിട്ട് വളരെ ഡീപ്പായിട്ട് അവന് സറൗണ്ടിങ്സിനെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നതിലുപരിയായിട്ട് അവൻ അവനെക്കുറിച്ച് തന്നെയുള്ള അവബോധം വളരെയധികം ശക്തിയോടുകൂടി വളരെയധികം ക്ലാരിറ്റിയോടുകൂടി വർദ്ധിച്ചു വരുന്നതും ശക്തമാകുന്നതും കാണാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യന് അവനെക്കുറിച്ച് തന്നെ നല്ല രീതിയിലുള്ള അവബോധമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഏറ്റവും ശക്തരായിട്ടുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ലോകത്ത് കാണുന്നതായിട്ടുള്ള ഒരുപാട് വിജയിച്ച വ്യക്തികളിലും കുണ്ടലിനി ശക്തി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അല്പം കൂടി നമ്മൾ ആത്മീയതയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ശക്തി ഓരോ വ്യക്തികളിലും ഓരോ വിജയികളിലും ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്നത് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഏറ്റവും ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും വ്യാപ്തിയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സൈക്കോ സ്പിരിച്വൽ തിയറി തന്നെയാണ് നമ്മുടെ പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കുണ്ടലിനി ശക്തിയും പ്രാണയും ചക്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു തിയറി ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതുവരെ ദർശിച്ചിട്ടില്ല. സെൽഫ് അവയർനെസ് വർദ്ധിക്കുന്ന സമയത്ത് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ല ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ഇൻഫീരിയോറിറ്റി കുറയുകയാണ്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ വെറുതെ ഇൻഫീരിയർ ആകേണ്ടതായിട്ടുള്ള അവസ്ഥയില്ല. അപകർഷതാബോധം എന്ന് പറയുന്നത് എന്നിൽ ഉണ്ടാകുന്നത് എന്റെ തന്നെ ഉള്ളിലുള്ള ചിന്തകളുടെ തെറ്റായിട്ടുള്ള അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടാണ്. കോഗ്നിറ്റീവ് എറേഴ്സ് എന്നിൽ ഉണ്ടാകുന്ന സമയത്താണ്, ചില സമയത്ത് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്ന സമയത്താണ്. അങ്ങനെ ഞാൻ എന്റെ ചിന്തകളെ അല്ലെങ്കിൽ കോഗ്നീഷനെ കറക്റ്റ് ആക്കുന്ന സമയത്ത് എന്റെ ഇൻഫീരിയോറിറ്റി എന്നെ മാറിപ്പോവുകയാണ്, എന്നെ വിട്ടുപോവുകയാണ്. ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ അപകർഷതാബോധം നമ്മളിൽ നിന്ന് അകലും തോറും നമുക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സംഗതി വർദ്ധിച്ചു വരികയാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സെൽഫ് എസ്റ്റീമും രണ്ട് എക്സ്ട്രീംസ് ആണെന്ന് വിചാരിക്കുക. ഒരേ സ്കെയിലിന്റെ തന്നെ രണ്ട് എക്സ്ട്രീംസ്. അപ്പൊ ഒരെണ്ണം കുറയുമ്പോൾ മറ്റേത് അധികരിക്കും, അല്ലെങ്കിൽ മറ്റേതിനോട് നമ്മളുടെ സ്കെയില് പോയിന്റർ അടുത്തടുത്ത് പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ കുറവുകളെ കുറിച്ച് അവയർനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. വർഷങ്ങളായിട്ട് ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത്. ഭക്ഷണ രീതികളിൽ പല രീതിയിൽ പോയിരുന്ന ആളുകൾ മാംസഭക്ഷണം മറ്റും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നിർത്തിയതിനു ശേഷം അവരുടെ ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്തരത്തിലുള്ള അടിമത്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികൾ, തെറ്റായിട്ടുള്ള ജീവിത രീതികൾ, തെറ്റായിട്ടുള്ള ഉറക്ക രീതികൾ, ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് റീസ്ട്രക്ചർ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. സബ് കോൺഷ്യസ് ബേസിൽ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുണ്ടലിനി ശക്തിയാണ്, അതിന്റെ ഉയർച്ചയാണ് അതിന് കാരണമായിരിക്കുന്നത്. അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ജന്മത്തിനും കർമ്മത്തിനും വിഘാതമാകുന്നതായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനെ റിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. രണ്ടാമതായിട്ട് കുണ്ടലിനി മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതേഴ്സ് കാൺട്ട് ഹർട്ട് യു എന്നുള്ളതാണ്. മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ മുൻപ് ആഴ്ന്നിറങ്ങിയ കഠാരകളാകുന്ന വാക്കുകൾ ഇപ്പോൾ നിങ്ങളെ തകർക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ അല്ലെങ്കിൽ ചില ആളുകൾ ചിലത് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ വളരെയധികം ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് പ്രശ്നമല്ല. എനിക്ക് എന്റേതായിട്ടുള്ള കർമ്മമുണ്ട്, എന്റേതായിട്ടുള്ള ലക്ഷ്യമുണ്ട്, എന്റേതായിട്ടുള്ള ജീവിത രീതിയുണ്ട്, എന്റേതായിട്ടുള്ള തത്വശാസ്ത്രമുണ്ട്, എന്റേതായിട്ടുള്ള ജീവിതം എനിക്ക് നല്ല രീതിയിൽ കരിപിടിപ്പിച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ കർമ്മം അല്ലെങ്കിൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും എന്റെ ചുറ്റിനുള്ള ആൾക്കാർക്കും ഗുണകരമാകുന്ന രീതിയിൽ പടുത്തുയർത്ത് കൊണ്ടുവരുന്നതിൽ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കുന്നു. എനിക്ക് നല്ല രീതിയിലുള്ള വരുമാനം വരും, എനിക്ക് നല്ല രീതിയിലുള്ള വളർച്ചയുണ്ടാകും, എനിക്ക് പബ്ലിസിറ്റി ആഗ്രഹമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി എനിക്കുണ്ടാകും, സുപ്രസിദ്ധി എനിക്കുണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്ന വേളയിൽ അസൂയ
ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വ്യക്തികളുടെ ഒന്നും കഠാരകൾ, അവരുടെ മൂർച്ചയേറിയ വാക്കുകളൊന്നും നിങ്ങളെ ഒരു കാരണവശാലും ഹർട്ട് ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇനി അഥവാ തന്നെ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള പല വിമർശനങ്ങളെയും റിഫ്ലക്ട് ചെയ്ത് ആവശ്യമെങ്കിൽ ഈ കുറവുകൾ എന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുകയാണ്. മറ്റുള്ള ആൾക്കാർ വിമർശിക്കുന്ന സമയത്തും നമുക്കതിനെ എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് സെൽഫ് കൺസ്ട്രക്ഷനിലേക്ക് അത് സാധ്യമാവുകയാണ്, സെൽഫ് ഡിസ്ട്രക്ഷനിലേക്കല്ല. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കർമ്മമേഖലയിൽ നിങ്ങൾ ഇങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത്, നിങ്ങൾ വിജയത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇത് ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യവും ഈസി ആയിട്ട് നടക്കുകയില്ല. മനോഹരമായിട്ടുള്ള ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ കഠിനമായിട്ടുള്ള പാതകൾ കടന്നു പോകേണ്ടി വരും. ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യൂ പോയിന്റുകളിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ ഒരുപാട് കുന്നും മലയും കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട്. ഒരു വിശക്കുന്ന ചെന്നായയെ പോലെയാണ് നമ്മൾ കുന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. വയറ് നിറഞ്ഞ ചെന്നായിക്ക് ഭക്ഷണം വേണ്ട. പക്ഷെ വിശക്കുന്ന ചെന്നായിയെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പോഴും വിശപ്പ്, ഭക്ഷണം, നോളജ്, അറിവ്, ജ്ഞാനം ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ കുന്നിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാലാകട്ടെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഠിനാധ്വാനത്തിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ചില സമയങ്ങളിൽ ഭാഗ്യം നമ്മളെ കടാക്ഷിക്കും, ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കും. അതിലൂടെ വിജയിച്ചു പോകുന്ന സമയത്ത്, നിങ്ങൾക്ക് ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്ക് ചെറിയ കുറവുകൾ ഉണ്ടാകുന്ന സമയത്ത്, ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് പോലും ചില ആളുകൾ അസൂയയോടെയുള്ള കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. കുണ്ടലിനി ശക്തിയുടെ പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് ഇത് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തിനെ ഒരു കാരണവശാലും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തേക്കാം. ബട്ട് റെസിലിയൻസ്, നിങ്ങൾ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യും, നിങ്ങൾ വീണ്ടും ഉയർച്ചയിലേക്ക് പോകും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ നടന്നുപോയ വഴികളിൽ നിങ്ങൾ ചവിട്ടിയരച്ചു പോയതായിട്ടുള്ള പൂർവ്വകാലമായിട്ട് മാത്രം മാറും എന്നുള്ളതാണ്. കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെർപ്പന്റ് പവറാണ്. അതൊരു ബ്രില്യന്റ് ആയിട്ടുള്ള എനർജിയാണ്. കാരണം അത് സുപ്രീം ഇന്റലിജൻസിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. നമ്മൾ തുറന്നു കൊടുക്കുകയാണ് നമ്മളെ തന്നെ. അപ്പോൾ അത് നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോൺഫിഡൻസിനെ തകർക്കുന്ന വാക്കുകൾ, ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ അസൂയ പൂണ്ടതായിട്ടുള്ള അവസ്ഥകൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇതിനെയൊക്കെ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നന്മയിലേക്കും ഉയർച്ചയിലേക്കും പരിണമിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. കുണ്ടലിനി ശക്തി ഈസ് എ ബ്രില്യന്റ് സെർപ്പന്റ് പവർ എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തന്നെ കുറവുകളെ, നമുക്ക് തന്നെ അപ്രാപ്യമായിട്ടുള്ള ബുദ്ധിയുടെ മേഖലകളെ ഒക്കെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ഈ സർപ്പന്റ് പവറിന് ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഊർജമാണ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വൺസ് കുണ്ടലിനി നിങ്ങളിൽ അവേക്കനായിട്ടുണ്ടെങ്കിൽ, ഉണർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ എത്ര തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉറങ്ങുകയില്ല എന്നുള്ളതാണ്. ഈ അവേക്കനിങ് നടന്നതിന് ശേഷം പിന്നെ റൈസിങ് ചിലപ്പോ വേഗത്തിൽ നടന്നേക്കാം, ചിലപ്പോൾ മെല്ലെ നടന്നേക്കാം. റൈസിങ്ങിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് സോൺലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ കർമ്മ എന്നുള്ളതാണ്. നിങ്ങളുടെ ജന്മം നിങ്ങളുടെ കർമ്മത്തിനെ നിയന്ത്രിക്കുന്നു. ഈ കർമ്മം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ ശക്തി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു ഡിവൈൻ ടൈമിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് കുണ്ടലിനി ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നത്. പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ശരീരത്തിൽ യോഗ, പ്രാണായാമ അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്പിരിച്വൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് റൈസ് ചെയ്യുന്നതിലേക്ക് ഒബ്സസ്ഡ് ആയിട്ട് പോകരുത്. നമ്മുടെ ചക്രങ്ങളിലേക്ക്, അതിന്റെ ആക്ടിവേഷനിലേക്ക് ഒബ്സസ്ഡ് ആയിട്ട് പോകരുത്. നിങ്ങളുടെ ആത്മാവിന്റെ ഹിതമനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനോടൊപ്പം നമുക്ക് ഫ്യൂവലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഉപയോഗിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ശക്തി നമ്മളിലൂടെ വിജയകരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പ്രപഞ്ചത്തിനെ അനുവദിക്കുക എന്നുള്ള അവസ്ഥ കൊണ്ട് അർത്ഥമാക്കുന്നത്. വൺസ് കുണ്ടലിനി മാനിഫെസ്റ്റേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then you will be a silent influencer. നിങ്ങൾ അധികം സംസാരിച്ചിട്ടില്ലെങ്കിലും നിങ്ങളായിരിക്കുന്നതായിട്ടുള്ള കർമ്മ മേഖലയിൽ, നിങ്ങളായിരിക്കുന്നതായിട്ടുള്ള കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്നതായിട്ടുള്ള ആൾക്കൂട്ടത്തിൽ ഒരു സൈലന്റ് ഇൻഫ്ലുവൻസർ ആകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ, ബിക്കോസ്
ഒരുപാട് ബൾബുകൾ ചെറിയ വെളിച്ചത്തിൽ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ബൾബ് നല്ല വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റു ബൾബുകളുടെ കുറവുകളെ നികത്തും, അല്ലെങ്കിൽ ആ മേഖലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. ആ ബൾബ് അങ്ങനെ കത്തി നിൽക്കും എന്നുള്ളതാണ്. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈ വോൾട്ടേജ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അതിനായിട്ട് ഒരുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുക്കുന്ന സമയത്താണ് ഈ വോൾട്ടേജിന് കൃത്യമായിട്ട് നമ്മളിലൂടെ പ്രവഹിക്കാനായിട്ട് സാധിക്കുന്നത്. സോ നല്ല വോൾട്ടേജിൽ കത്തുന്നത് കൊണ്ട് തന്നെ യു വിൽ ബി എ സൈലന്റ് ഇൻഫ്ലുവൻസർ എന്നുള്ളതാണ്. പ്രകാശം നമുക്ക് ശബ്ദത്തിലൂടെ അല്ല നൽകുന്നത്, അത് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ദാറ്റ് യു ക്യാൻ ഓൾസോ ബി എ സൈലന്റ് ലൈറ്റ് എന്നുള്ളതാണ്. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിക്ക് ഊർജം പകരുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ അതിശക്തമായിട്ട് മാറും എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള കാര്യം. ഒരുപാട് സംസാരിക്കുക എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു ഹീലിംഗ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ മുൻപുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചത് കൊണ്ട് അധികമായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആത്മവിശ്വാസമുള്ള സംസാരം നിങ്ങളിലൂടെ വരുമ്പോൾ പല സമയങ്ങളിലും നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം. നിങ്ങളുടെ കർമ്മം അത്ര കണ്ട് ഹൈ പെർഫോമൻസിലേക്ക് പോയി എന്നിരിക്കാം. ഇതിലൊന്നും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല. കാരണം ഈ ശക്തി എന്ന് പറയുന്നത് ബ്രഹ്മനിൽ നിന്ന് വരുന്നതാണ്. ദ ഡിവൈൻ പവർ ആണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി എനർജി സോഴ്സ് ആയിട്ടുള്ള ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യവും അതീതവുമാണ്. മതങ്ങൾ ദൈവം സ്നേഹമാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് എ ലിമിറ്റഡ് കൺസെപ്റ്റ് എന്ന് എനിക്ക് ചെറുപ്പകാലം തൊട്ടേ തോന്നിയിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ സ്നേഹവും കോപവും സന്തോഷവും തുടങ്ങിയ വികാരങ്ങൾക്കപ്പുറത്തേക്ക് ദൈവം എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിനോ അതിന്റെ ഇന്റലിജൻസിനോ പെർസീവ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ളതാണ്. അതിനെല്ലാ കാരണങ്ങൾക്കും ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ എല്ലാ എഫക്റ്റിനും ഒരു കാരണമുണ്ടായിരിക്കും. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എല്ലാ കാലത്തും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉയർന്ന സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് കുണ്ടലിനി ശക്തി തരുന്നത്. കുണ്ടലിനി ശക്തി ഉണരുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളുടെ വെറും 1% മാത്രമാണ് ഇതുവരെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന വീഡിയോകളിൽ വിശദീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ നടത്തുക. കുണ്ടലിനി ശക്തി ഉയരാനായിട്ട് ആദ്യം നമ്മുടെ മനസ്സിനെ ഒരുക്കുക. മനസ്സ് തനിയെ ശരീരത്തിനെ ഒരുക്കിക്കൊള്ളും. നമ്മുടെ കർമ്മത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദ ഡിവൈൻ കോസ്മിക് എനർജി ഈസ് ബീയിങ് സെന്റ്. അത് എപ്പോഴും നമ്മളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള വൈഫൈ പോലെ എപ്പോഴും അതിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ അനന്തത, അതാണ് ദൈവത്തിന്റെ സ്നേഹം, അതാണ് ദൈവത്തിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതാണ് അനന്തത എന്ന് പറയുന്നത്. അനന്തമായിട്ട് കാലാന്തരത്തിലൂടെ കാലാകാലങ്ങളായിട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദൈവികമായിട്ടുള്ള ഊർജ പ്രവാഹത്തിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജന്മത്തിലെ നമ്മുടെ കടമ അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത്. അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. അങ്ങനെ അത് എല്ലാത്തിനും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ട് കുണ്ടലിനി ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ ഓരോ ദിവസവും നിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന ആത്മീയതയിലൂടെ ജീവിതത്തിൽ സമൃദ്ധിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.